ഹലോ ഗായ്സ്, ലിൻഡൂസ് വ്ലോഗിൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി റിയൂണിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ അതിൻ്റെ ഇട്ടായിരുന്നു, എങ്ങനെയാണ് അപ്രൂവൽ ലെറ്റർ കിട്ടുന്ന വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് കുറേ ഡിലേ ആയി. അപ്പം സെക്കൻഡ് പാർട്ടിലെ വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ലിൻഡൂസ് വ്ലോഗിൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അപ്രൂവൽ ലെറ്റർ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് VFSന് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നോട്ടറി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് VFSന് അപ്ലൈ ചെയ്യാണ്ട് വേണ്ടേ എന്ന് നമുക്ക് നോക്കാം. VFSന് അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് VFS നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുമ്പം നമുക്കൊരു മെയിൽ വരും, പിന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ ആ ലെറ്റർ നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകണം, പ്രിൻ്റ് എടുത്ത് തന്നെ കൊണ്ടുപോകണം അത്. പിന്നെ ആപ്ലിക്കൻ്റെ പാസ്പോർട്ട്, അത് ഒറിജിനൽ പാസ്പോർട്ടിന് നമ്മളവിടെ കൊടുക്കണം. പിന്നെ വിസ അടിച്ചു വരുമ്പോൾ നമുക്കത് തിരിച്ച് പാസ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്, പാസ്പോർട്ട്. പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി അപ്രൂവൽ ലെറ്റർ കിട്ടിയായിരുന്നു, ആ അപ്രൂവൽ ലെറ്റർ വേണം. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. സൈസ് 3.5 x 4.5 സെൻറ്റിമീറ്റർ ആണ് സൈസ് വേണ്ടത്. പിന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരം വിസ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം നമുക്കത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഫോം വേണം, അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഐഡൻറ്റിറ്റിയിൽ ആദ്യത്തെ പാർട്ടി ഞാൻ പറഞ്ഞത്, നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മളൊരു സ്പോൺസർ ലെറ്റർ ടൈപ്പ് ചെയ്തുണ്ടാക്കിയിരുന്നു, ആ സ്പോൺസർ ലെറ്റർ വേണം. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നോട്ടറി ചെയ്യാൻ മറക്കരുത്, അത് നമ്മൾ നോട്ടറി ചെയ്യേണ്ടതാണ്. പിന്നെ ഫുൾ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ ഈ കൂടെ വെക്കണം. അതുപോലെ നമ്മളിപ്പം കുട്ടികളെ കൊണ്ടുവരുന്നെങ്കിൽ അവർ മൈനർ ആയിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നോ ഒബ്ജെക്ഷൻ അഫിഡാവിറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റും കൂടെ വേണം. അത് ഇതിപ്പം നാട്ടിലേക്ക് വിളിക്കാൻ പോകുന്നത് പേരൻസിൽ ഒരാളാണെങ്കിൽ മറ്റേ പേരൻറ്റിൻ്റെ കയ്യിൽ നിന്നും കൂടെ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം, അതുണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ ID കാർഡ്, അതുപോലെ തന്നെ വർക്കിൻ്റെ കോൺട്രാക്റ്റ് വേണം, വർക്ക് കോൺട്രാക്റ്റ് വേണം. നമ്മൾ ഓൾറെഡി ഐഡൻറ്റിറ്റി സബ്മിറ്റ് ചെയ്തപ്പം ഇതെല്ലാം വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ എന്താണോ സബ്മിറ്റ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് നമ്മൾ VFSന് കൊണ്ടുവന്നത്. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളത് 3000 euro നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അതും നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് കൊണ്ടിട്ട എമൗണ്ട് അല്ല, നമ്മുടെ സാലറി വരുന്ന എമൗണ്ട് കാണിക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. 6 month സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ ഒരു ലാസ്റ്റ് 6 month പേ സ്ലിപ്പ് വേണം. 6 month പേ സ്ലിപ്പ് ഇല്ലാത്തവർ 3 month വെച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ നേരം 3 month വെച്ചുള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടായില്ല, അത് വേണം. പിന്നെ FS3, അത് റെസൻറ്റ് FS3 ആണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ നേഴ്സായിട്ട് കയറിയതേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കെയറിൻ്റെ FS3 ആണെങ്കിൽ അത് വെക്കുന്നതിൽ കുഴപ്പമില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ അങ്ങനെയാണ് വെച്ചത്, അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വരുന്നത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ആണ്. അതിനുള്ളിൽ വരുന്നതാണ് നമ്മുടെ റെൻ്റൽ കോൺട്രാക്റ്റ്. അത് വാലിഡിറ്റി ഒരു 6 month എങ്കിലും വാലിഡ് ആണോ നോക്കണം, റെൻ്റൽ കോൺട്രാക്റ്റ്. പിന്നെ വേണ്ടത് റെൻ്റൽ ഡിക്ലറേഷൻ ഫോമാണ്. നമുക്ക് ഐഡൻറ്റിറ്റിയുടെ ഒരു ഫോമിൻ്റെ കൂടെ ഒരു റെൻ്റൽ ഡിക്ലറേഷൻ ഫോം ഉണ്ട്, ആ ഫോമല്ല, ഞാനത് ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനത്തെ ഫോമാണ്. അത് നിർബന്ധമായും വെക്കണം, അത് വെച്ചില്ല എങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് റെൻ്റൽ ഡിക്ലറേഷൻ ഫോം. പിന്നെ വേണ്ടത് നമുക്ക് ആർക്കിടെക്ചർ അറ്റസ്റ്റേഷൻ ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ആളുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വെച്ച സെയിം ഡോക്യുമെൻ്റ് തന്നെ അതും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, അത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫുൾ പേജ് കോപ്പി വേണം. ന്യൂ പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ ഓൾഡ് പാസ്പോർട്ടും വെക്കണം, ന്യൂ പാസ്പോർട്ടും വെക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അത് ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അത് നമ്മൾ അപ്പോസ്റ്റൽ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം. പിന്നെ നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതും നാട്ടിൽ ആരെങ്കിലും കൊണ്ട് നോട്ടറി ചെയ്യിപ്പിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെയാണ്. അത് നമ്മൾ നിർബന്ധമായും കാണിക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ഏജൻസിയിൽ പറഞ്ഞാൽ നമുക്കത് എടുത്തു തരും. ഞാൻ ഐഡിയൽ ട്രാവൽസിൽ നിന്നാണ് എടുത്തത്, അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പം ഇത്ര ഡേയ്സ് കവറേജ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അത് ഏജൻസിക്കാർക്ക് അറിയാം എത്ര ഡേയ്സാണ് വെക്കേണ്ടതെന്നുള്ളത്, അവരത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെച്ച് തരും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 2 സൈഡിലോട്ടുള്ള ടിക്കറ്റ് കാണിക്കണം. അത് നമ്മളൊരു ഡമ്മി ടിക്കറ്റ് ആയിരിക്കും വെക്കുന്നത്. അപ്പം അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതും നമ്മളതിൽ കാണിച്ചിരിക്കണം. അത് ഏജൻസിക്കാർക്കറിയാം, അവർ ആ ഒരു ഡേറ്റ് കണക്കാക്കി നമുക്കത് ചെയ്തു തരും.
അതൊക്കെ നമുക്ക് വൺ ഡേ തൊട്ട് ഏജൻസിയിൽ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാവുന്നുള്ളൂ. ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡ് കൊണ്ടുപോകണം. VFS അപ്പോയിൻമെൻറ്റിന് പോകുമ്പോഴത്തേക്കിന് ആധാർ കാർഡ് അപ്പം തന്നെ അവർ തിരിച്ചു തരും. ചിലപ്പോൾ അത് ചോദിക്കാറുമില്ല. അതുപോലെ വിസയ്ക്ക് ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അടയ്ക്കണം. അത് ഓരോ ടൈമിലും ഡിപ്പെൻഡാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കറക്റ്റ് നമുക്കൊരു പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു 20,000-നുള്ളിൽ ആയിരിക്കും. ചിലപ്പോൾ അതിലും കൂടാൻ ചാൻസ് ഉണ്ട്. ഓരോ പ്രാവശ്യം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിസ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇത്രയാണ് നമ്മൾ വിസ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൾറെഡി അപ്ലിക്കൻ്റെ കയ്യിൽ കാണും. അപ്പം അതിന് മുന്നേ പറഞ്ഞ അത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ പോകുന്ന ആരുടെയും കൈ കൊടുത്തു വിടണം. ഞാളെ കിട്ടില്ലെങ്കിൽ നമ്മൾ DHL വഴി എങ്ങനെയും നാട്ടിലെത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നോട്ടറി ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ VFSന് പോകുമ്പോൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. ഇനി ഇതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോട്ടറി ചെയ്യിപ്പിക്കണം. മാൾട്ടയിലുള്ള ലീഗൽ ആയിട്ടുള്ള അഡ്വക്കേറ്റിനെ കൊണ്ട് നമ്മൾ നോട്ടറി ചെയ്യിപ്പിച്ചാണ് വിടുന്നത്. അത് ഏതൊക്കെ ഡോക്യുമെൻ്റാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ പ്രൂഫ് ഓഫ് അക്കോമഡേഷനിൽ ആർക്കിടെക്ചർ അറ്റസ്റ്റേഷൻ, റെൻ്റൽ ഡിക്ലറേഷൻ ഫോം, അതുപോലെ തന്നെ നമ്മുടെ റെൻ്റൽ കോൺട്രാക്ട്, ഇത് മൂന്നും നിർബന്ധമായി നമ്മൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ ID കാർഡ് എന്തായാലും അറ്റസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കിട്ടിയ നമ്മുടെ അപ്രൂവൽ ലെറ്റർ നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്പോൺസർ ലെറ്റർ നമ്മൾ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ നോട്ടറി ചെയ്യിപ്പിക്കണം. മൈനർ ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നോ ഒബ്ജക്ഷൻ അഫിഡാവിറ്റ് വേണമെന്ന്, അത് നമ്മൾ നോട്ടറി ചെയ്യിപ്പിക്കണം. അത് മറക്കാതെ ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് കോൺട്രാക്റ്റ്, അതും നമ്മൾ നോട്ടറി ചെയ്യിപ്പിക്കണം. അതായത് ഇവിടെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ നോട്ടറി ചെയ്യിപ്പിച്ചിട്ട് വേണം വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി എല്ലാ ഡോക്യുമെൻറ്റും നോട്ടറി ചെയ്യിപ്പിക്കണം. റിസ്ക് എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റും നോട്ടറി ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. കാരണം ഇവർ എന്ത് റീസൺ ആണെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മെയിനായിട്ട് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്. ഇത് നിർബന്ധമായും ചെയ്തിട്ട് നാട്ടിലേക്ക് ഡോക്യുമെൻറ്റ്സ് അയക്കാം. അപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് VFSന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വെച്ച സമയത്താണെങ്കിൽ, അതായത് ഞാൻ വെച്ചത് 2023 അപ്പം ആ സമയത്തായിരുന്നെങ്കിൽ അഡ്വക്കേറ്റിനെ കൊണ്ടായിരുന്നു നമ്മൾ എടുപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നൊരു നിയമമാണ് അഡ്വക്കേറ്റ്സിന് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ സ്വന്തമായി തന്നെ എടുക്കണമെന്നുള്ളത്. അത് എടുക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് റൂള് മാറിയോ ഇല്ലയോ എന്നും എനിക്കറിയില്ല, കാരണം അത് ഡിപ്പെൻഡാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് VFS അപ്പോയിൻമെൻറ്റ് എന്നടിച്ചു കൊടുക്കുമ്പോൾ തന്നെ VFS ഗ്ലോബലിൻ്റെ സൈറ്റ് ഓപ്പണായി വരും. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മളോട് പാസ്വേഡ് അടിക്കാൻ പറയും. ആദ്യമായിട്ട് കയറുന്ന ഒരു യൂസറാണ്, ന്യൂ യൂസർ ആണെങ്കിൽ അവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് അല്ലെ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതെടുത്ത് കഴിയുമ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പുതിയ പാസ്വേഡൊക്കെ കൊടുത്ത്. അപ്പോൾ നമുക്ക് മെയിലിൽ അതിൻ്റെ കോഡും കാര്യങ്ങളും വരും, ലിങ്ക് വരും. അപ്പോൾ അതിൽ കയറി ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് VFS ഗ്ലോബലിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അത് ആയതിൻ്റെ ശേഷം നമുക്ക് VFS അപ്പോയിൻമെൻറ്റ് ഫാമിലി റിയൂണിഫിക്കേഷൻ അടിക്കുമ്പം ഫാമിലി റിയൂണിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ വരും നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡോക്യുമെൻ്റ് ചെക്കിന് വിടണം ആദ്യം. അത് നമുക്ക് കിട്ടിയ അപ്രൂവൽ ലെറ്റർ വാലിഡ് ആണോ എന്ന് അവർക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് അടിക്കുക, അതിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ അപ്രൂവൽ ലെറ്റർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നെങ്കിൽ 24 hours അല്ലെങ്കിൽ ഒരു 2 daysനുള്ളിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ചെക്ക് കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിലൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. എന്നിട്ട് ഈ സെയിം മെത്തേഡിൽ തന്നെ വീണ്ടും നമ്മൾ ഗൂഗിളിൽ കയറി VFS അപ്പോയിൻമെൻറ്റ് അടിച്ച് നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓപ്ഷൻ എടുക്കുന്നു. ഏത് സെൻറ്ററാണെന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഏത് സെൻറ്റർ വേണോ അത് വെക്കാം. അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളും ചോദിക്കും, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. കുട്ടികൾക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ €50 ആണ്. ഇത് അഡൽട്ട്സിനാണ് എടുക്കുന്നതെങ്കിൽ 250 അടുത്ത് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അത്രയാണ് റേറ്റ് വരുന്നത്. അത് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യണം. ഇത് ഓൺലൈനായിട്ട് പേ ചെയ്യുകയും വേണം. നമ്മൾ VFSന് അവിടെ ചെല്ലുമ്പം വേറെ എക്സ്ട്രാ പൈസ നമുക്ക് ആവുകയും ചെയ്യും. രണ്ട് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ഒരു പേയ്മെൻ്റ് ഉണ്ട്, നമ്മൾ അപ്പോയിൻമെൻറ്റിന് അവിടെ ഡയറക്റ്റ് കൊച്ചിയിൽ ചെന്ന് കഴിയുമ്പം അവിടെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് കൺഫേം ആയിരുന്നപ്പോൾ നമുക്കൊരു മെയിൽ വരും. ആ വരുന്ന മെയിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ വേണം കൊണ്ടുപോകാൻ. ഫോണിൽ കാണിച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പ്രിൻ്റ് ഔട്ട് ഫോട്ടോസ്റ്റാറ്റ് തന്നെ അവർക്ക് കാണണം. അപ്പം ഇങ്ങനെയാണ് VFS അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏജൻസികളിൽ
കോണ്ടാക്ട് ചെയ്യുക. അവർ നമുക്ക് എടുത്തുതരും. കാരണം ഇപ്പോൾ ഇതെടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, ചിലപ്പം റൂള് മാറിയോ ഇല്ലയോ എന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനി കേസ് പറ്റിയില്ലെങ്കിൽ ഏജൻസിക്കാരോട് പറഞ്ഞാൽ അവർ നമുക്ക് എടുത്തുതരും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ VFSന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ മാൾട്ടയിലോട്ട് നിങ്ങളുടെ സ്പൗസിനെയോ ചിൽഡ്രനെ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പറിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അത് നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ ബ്രദറിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഫാമിലി റീയൂണിഫിക്കേഷൻ വഴി നമ്മുടെ ഫാമിലി മെമ്പറിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ സ്പൗസ് അല്ലെങ്കിൽ ചിൽഡ്രൻ, വേറെ ആരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് പേരൻസിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ബ്രദറോ സിസ്റ്ററോ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഫാമിലി റീയൂണിഫിക്കേഷൻ വഴി നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനെ ഒന്നും നമുക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ ചിൽഡ്രനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.